UPF എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രവർത്തനമാണ്. ഞങ്ങളുടെ നാട്ടിലുമുണ്ട്. ശക്തന്മാരായ അഭിഷിക്തന്മാരൊക്കെ സഭാ സംഘടനാ വ്യത്യാസമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തനമാണ് UPF. പക്ഷേ ഇനിയും ഞാൻ പറയാൻ പോകുന്ന ഈ പൊതുവേദിയിലെ വാക്ക് അവരുടെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമല്ല, അത് എൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട കാര്യമാണെന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദൈവം ആരാന്ന് ഞാൻ പറയാം. 3 ദൈവങ്ങളെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. ഇത് ഈ പന്തലിനകത്തിരിക്കുന്ന ദൈവമക്കളൊന്ന് ശ്രദ്ധിച്ചു കേട്ടോണം. 3 ദൈവങ്ങളെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. ഒന്ന്, ഈ ലോകത്തിന്റെ ദൈവം. അതെവിടെയാ? അത് കൊരിന്ത്യ സഭയുടെ 2-ാം ലേഖനം 4:1 പൗലോസ് പറയുക, ഈ ലോകത്തിന്റെ ദൈവം. അതെന്താ ഈ ലോകത്തിന്റെ ദൈവം? പറയാം, അത് സാത്താനെ കാണിക്കുക. അവൻ ഈ ലോകത്തിന്റെ ദൈവമാ. സാത്താനെ ബൈബിൾ വിശദീകരിച്ചത് കണ്ടോ? അത് ഈ ലോകത്തിന്റെ ദൈവമാ എന്ന് വെച്ചാൽ ലോകവും അതിലുള്ളതൊക്കെയും സാത്താന്റെ കൈക്കീഴെ കിടക്കുക. അവയാൽ അവൻ ഈ ലോകത്തിന്റെ ദൈവമാ. ഇനി ബൈബിൾ പറയുന്ന 2-ാമത്തെ ദൈവം അന്യദൈവത്തെ കുറിച്ച്. അത് ആവർത്തന പുസ്തകം 32:12 പറയുന്നു, അന്യദൈവം അത് ജാതികളുടെ ദൈവമാ. ഇരമ്യാവ് 10:10 പറയുന്നു, അല്ല, സത്യദൈവം എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. എന്ന് വെച്ചാൽ ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന ദൈവകുഞ്ഞ് അറിയേണ്ടത് ഈ ലോകത്തിന്റെ സാത്താനീയ ദൈവത്തെ കുറിച്ചല്ല, അന്യദൈവങ്ങളെ കുറിച്ചല്ല. ഒരു ജീവനുള്ള ഏക സത്യ ദൈവമുണ്ട്. വിശ്വസിക്കുന്നവർ കരവ് ശബ്ദം ഉയർത്തി ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയ. ഇനി ഒരു യോഗം അടുത്ത വർഷം നടത്താൻ കഴിയുമോ എന്നുള്ളൊരു കാര്യം നമുക്ക് ആശങ്കയുള്ളതാണ്. അതിനുള്ള സാഹചര്യങ്ങൾ സമയങ്ങളൊക്കെ ലഭ്യമാകുമോ? അതിനേക്കാൾ മുമ്പ് കർത്താവ് വരുമോ? അറിയില്ല. ആകയാൽ സത്യം മൂടി വെച്ച് പറയേണ്ടതല്ല, സത്യം തുറന്നു പറയേണ്ടതാണ്. ഞാൻ ഇന്ന് രാത്രിയിൽ ഉറപ്പിച്ചു മനസാക്ഷിയോടെ പറയുന്നു, ജീവനുള്ള ദൈവം ഒന്നേ ഉള്ളൂ. 1000 സത്യങ്ങളില്ല, സത്യം ഒന്നേ ഉള്ളൂ. അതേതാണ് സത്യം? സത്യം ഏക സത്യ ദൈവം. സ്തോത്രം. ആ ദൈവം പറയുന്നു, ആ സത്യദൈവത്തെ നിനക്ക് കൈപ്പണിയായ ക്ഷേത്രങ്ങൾക്കകത്ത് ഒതുക്കാൻ കഴിയത്തില്ല. എന്നിട്ട് 25-ാമത്തെ വാക്യത്തിനകത്തേക്ക് വരുമ്പോൾ കണ്ടോ, ആമേൻ, താൻ എല്ലാവർക്കും ജീവനും, ശ്രദ്ധിച്ചു കേട്ടോ, അടിവരയിട്ടോണം ആ പദമൊക്കെ കേട്ടോ, താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും കൊടുക്കുന്നവനാകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷിക കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല. എന്താ മാമേ ആ വാക്കിന്റെ അർത്ഥം? അതെ, ദൈവം എല്ലാവർക്കും ജീവൻ കൊടുക്കുന്നവൻ, ദൈവം എല്ലാവർക്കും ശ്വാസം കൊടുക്കുന്നവൻ. അതുകൊണ്ട് എനിക്കൊരു 10 രൂപ തന്നേക്കണേ, എനിക്കൊരു കൊച്ചു മെഴുകുതിരി കത്തിച്ചേക്കണേ, ഒരു കുന്തിരിക്കം എനിക്കൊന്ന് പുകച്ചിട്ടേക്കണേ എന്ന് പറഞ്ഞ് അവൻ മാനുഷിക കൈകളാൽ ശുശ്രൂഷ ചോദിക്കുന്ന ദൈവത്തെ അല്ലെന്ന് നാം ആരാധിക്കുന്ന ഒരു ഹല്ലേലൂയ പറഞ്ഞ്. സ്തോത്രം. അങ്ങനെ കർത്താവിന് നമ്മൾ കൊടുക്കുന്ന 10 രൂപയുടെ പടക്കമോ 5 രൂപയുടെ മെഴുകുതിരിയ തമ്പുരാന് വേണ്ട. എൻ്റെ പൊന്നു സഹോദര, ഇന്ന് രാത്രി എന്നെക്കാൾ അറിവുള്ളവരല്ലേ ഈ ദേശത്തിനകത്തുള്ളത്? എൻ്റെ പ്രായം 33 ഉള്ളൂ. എന്നെക്കാൾ എന്തോരം പക്വത, എന്തോരം പരിജ്ഞാനമുള്ളവർ ഈ ദേശത്തെ ഞങ്ങളുടെ മാന്യ സഹോദരങ്ങളുടെ ഗണത്തിലുണ്ട്. നിങ്ങൾ ചുമ്മാ ബുദ്ധി കൊണ്ട് ചിന്തിക്ക്. വിമർശന ബുദ്ധിയിൽ ഈ മെസ്സേജ് കേൾക്കാൻ ഇരിക്കല്ലേ. അവരവരൊരു മതപ്രസംഗം നടത്തുന്ന പോൽ. പിന്നെ ഇപ്പം ഞങ്ങൾക്കത് അങ്ങനൊന്നും ചിന്തിക്കാതെ ഇത് ചുമ്മാ ബുദ്ധി കൊണ്ടെങ്കിലും ഒന്ന് ചിന്തിക്ക്. എങ്ങനെ ജീവനുള്ള ദൈവത്തെ നിനക്കൊരു കൊച്ചു കല്ലിനകത്തൊതുക്കാൻ കഴിയും? നടക്കുമോ? ഇല്ല. കത്തി ഉദിച്ചുയർന്നു നിൽക്കുന്ന ഒരു സൂര്യനെ നിനക്ക് നോക്കാൻ കഴിയുമോ മനുഷ്യ? ഇല്ലെന്നേ. പിന്നെ എന്റെ ദൈവം 1000 സൂര്യഗോളങ്ങൾക്ക് തുല്യനാ. കണ്ണുകൊണ്ട് അവനെ കാണാൻ കഴിയത്തില്ല. അവനെ ഒരു കൊച്ചു കൂടാരത്തിൽ പിടിച്ചിരുത്തിയാൽ അവൻ ഇരിക്കുന്ന ദൈവമല്ല. ശലോമോന്റെ പ്രാർത്ഥനയിൽ ശലോമോൻ പറയാ, സ്വർഗാദി സ്വർഗത്ത് പോലും നീ അടങ്ങി പാർക്കത്തില്ലല്ലോ, പിന്നെ ഞാൻ വെച്ചിരിക്കുന്ന കൊച്ചാലയത്തിൽ എങ്ങനെ കർത്താവേ നീ ഇറങ്ങി വരുന്നേ? അപ്പോ ഒരു ചോദ്യം വന്നു. പാസ്റ്ററല്ലോ പറഞ്ഞത് ആമുഖത്തിനകത്ത് യേശു യോഗത്തിനകത്തുണ്ടെന്ന്. ഉണ്ട്. അതിനാധാരം എന്നെ? അതൊരു വചനത്തിന്റെ വാക്യമാ. സ്വർഗാദി സ്വർഗത്ത് പോലും അടങ്ങിപ്പാർക്കാത്തവൻ, ദൂതന്മാരുടെ ആരാധനയ്ക്ക് യോഗ്യനായിരുന്നവൻ, അവനെ കുറിച്ച് വേദപുസ്തകം പറയുക. ശലോമോൻ അടുത്ത വാക്ക് പറയുക, പക്ഷേ അടിയൻ ഈ സ്ഥലത്ത് കഴിക്കുന്ന പ്രാർത്ഥനകളും യാചനകളും കേൾക്കേണ്ടതിന് നീ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരുമവിനായി സ്തോത്രം. എന്ന് വെച്ചാൽ നീ വെച്ചിരിക്കുന്ന ആഡംബര ബിൽഡിങ്ങിനകത്ത് ദൈവം ഇറങ്ങി വരത്തില്ല. നീ മോടി പിടിപ്പിച്ച പള്ളിക്കകത്ത് ദൈവം ഇറങ്ങി വരണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഒരു കൊച്ചു വീടിനകത്തിരുന്ന ഒരു അമ്മച്ചി കണ്ണുനീരോടെ കരഞ്ഞാൽ പടച്ച തമ്പുരാൻ ഒറ്റ വാക്കിനാൽ ഭൂലോകത്തെ സൃഷ്ടിച്ചവർ ആ ഹൃദയം മുറുങ്ങിയവർക്ക് സമീപസ്ഥനത്രേ. അവൻ മനസ്സ് തകർന്നവരെ രക്ഷിക്കുന്നവനത്രേ. എത്ര പേർ ഇന്ന് രാത്രി ആത്മാവിൽ കാണുന്നുണ്ട്? തേജസ്സിനെ വാരി ചുറ്റി യേശു ഞങ്ങളുടെ യോഗത്തിനകത്ത് ഇന്ന് രാത്രി വന്നിട്ടുണ്ട്. അത് ഈ വെച്ചിരിക്കുന്ന ആഡംബരം കണ്ടതുകൊണ്ടല്ല. സ്വർഗത്ത് പോലും അടങ്ങിപ്പാർക്കാത്തവൻ എങ്ങനാ പിന്നെ ഈ ഭൂമിയുടെ പരപ്പിൽ വന്നത്? അത് ഹൃദയം മുറുങ്ങിയവരുടെ ആ ഭാരത്തെ കണ്ടുകൊണ്ട്, കരയുന്നവന്റെ കണ്ണുനീര് കണ്ടുകൊണ്ട്. അതുകൊണ്ടല്ലേ പുറപ്പാട് പുസ്തകത്തിൽ പറയുന്നത്, എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ കണ്ണുനീര് ഞാൻ കണ്ടു, ആകയാൽ ഞാൻ ഇറങ്ങി വരാൻ പോകുകയാണ് മോശേ. ഇന്ന് രാത്രി ഭാരത്തോടെ ഒരുവൻ വീടിനകത്തിരുന്ന് കരച്ചാൽ, നീ വിരിച്ചിരിക്കുന്ന പ്രാർത്ഥന പുൽപ്പായാണെങ്കിലോ, നിന്റെ വീട് ചെറിയ വീടാണെങ്കിലോ, നിനക്ക് നല്ല വണ്ടികൾ മാറി മാറി ഉപയോഗിക്കാൻ ഇല്ലെങ്കിലോ, എന്തിനു പറയണ കഴിക്കാൻ പോലും നേരെ ചൊവ്വ ആഹാരമില്ലെങ്കിലോ, ജീവനുള്ള ദൈവത്തെ നീ ഹൃദയ തകർച്ചയോടെ കരഞ്ഞാൽ അവൻ ആ കൊച്ചു വീടിനകത്തേക്ക് ഇറങ്ങി വരുന്ന സർവശക്തനായ ഒരു ദൈവമുണ്ടെന്നേ. അബദ്ധം പറ്റല്ലേ സഹോദര. നീ ദൈവത്തെ കാണാൻ എങ്ങോട്ടും പോകേണ്ട
ആവശ്യമില്ല. ഏതെങ്കിലും സ്റ്റെപ്പുകൾ ചവിട്ടിക്കാറാനോ ഏതെങ്കിലും തീർത്ഥാടന സ്ഥലത്ത് ചെല്ലാനോ ബൈബിൾ അത് പറയുന്നില്ല, പഠിപ്പിക്കുന്നില്ല. ഒരുവൻ ഹൃദയ തകർച്ചയോടെ കരഞ്ഞാൽ അവന്റെ അടുക്കലേക്ക് ഇറങ്ങി വരുന്ന ഒരു ജീവനുള്ള ദൈവത്തെ അത്രേ ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്ന വിശ്വസിക്കുന്നവർ ശബ്ദം ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞേ. ആകയാൽ ബൈബിൾ പറയും, അവൻ എല്ലാവർക്കും ജീവൻ കൊടുക്കുന്നവൻ മാനുഷിക കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ലെന്ന് പറഞ്ഞിട്ട് താഴേക്ക് വന്നിട്ട് അടുത്ത വാക്ക് പറയും, 27ാമത്തെ വാക്യം, അവർ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുമോ എന്ന് വെച്ച് അവനെ അന്വേഷിക്കേണ്ടതിന് അവൻ നമ്മിൽ അകന്നിരിക്കുന്നില്ലാതാനും. ആമേൻ. എന്നിട്ട് താഴേക്ക് വന്നിട്ട് 29ാമത്തെ വാക്യം അടിവരയിട്ടോ. 29ാമത്തെ വാക്യം, നാം ദൈവത്തിന്റെ സന്താനം എന്ന് വരികയാലും. ചങ്കത്ത് കരം വെച്ച് പറ, ഞാൻ ദൈവത്തിന്റെ കൊച്ചാന്ന് പറ. ഞാൻ ദൈവത്തിന്റെ മകനാന്ന് പറ, ഞാൻ ദൈവത്തിന്റെ മകളാന്ന് പറ. അഭിമാനത്തോടെ പറ, ഞാൻ എന്റെ ദൈവത്തിന്റെ സൃഷ്ടിയാന്ന് പറ. എന്ന് വെച്ചാൽ എന്റെ ദൈവത്തിന്റെ രൂപം എന്നാച്ചാ അങ്ങനെ തന്നെ ഞാൻ ഇരിക്കുന്ന ലെവലേഷൻ സംശയമില്ല. ഒരുപക്ഷെ ഈ മീറ്റിങ്ങിനകത്ത് വരാൻ ഒരുങ്ങി ഇറങ്ങിയപ്പോ ഇത്രയും സമയം പോയിട്ട് ഒന്നുകൂടെ നിങ്ങൾ തിരിഞ്ഞ് കണ്ണാടി നോക്കി കാണൂ. അയ്യോ എന്തോ ഒരു കുറവുണ്ട്, ഇച്ചിരി കൂടെ മുടിയുണ്ടെങ്കിൽ ഞങ്ങൾ ആരായേനെ, ഇച്ചിരി കൂടെ കളർ ഉണ്ടെങ്കിൽ ഞങ്ങൾ എവിടെ എത്തിയേനെ, ഇച്ചിരി കൂടെ വണ്ണം ഉണ്ടെങ്കിൽ ഞങ്ങൾ എന്തോ ആയി മാറിയേനെ എന്നൊരു ആശങ്ക നിങ്ങളുടെ മനസ്സിൽ വന്ന് കാണും. അതൊക്കെ സ്വാഭാവികമാ, ഇത് താഴ്ചയുള്ള ശരീരമാ. പക്ഷേ നിന്റെ സൃഷ്ടി നിന്റെ ദൈവത്തിന്റെ രൂപത്തിൽ തന്നെയാ അവൻ നിന്നെയും പണിതിരിക്കുന്നു. വേദപുസ്തകം പറയുന്നു, നമ്മുടെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും അല്ലയോ നമ്മൾ മനുഷ്യനെ ഉണ്ടാക്കിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഞാൻ ദൈവത്തിന്റെ കുഞ്ഞാന്ന് അഭിമാനത്തോടെ പറയണോ, ഞാൻ ദൈവത്തിന്റെ സന്തതിയാന്ന് അഭിമാനത്തോടെ പറയണം. അപ്പൊ നിന്റെ ദൈവത്തിന്റെ രൂപം എന്നാ? അത് ഞാൻ എങ്ങനെയാണോ ഇരിക്കുന്നത് അങ്ങനെ തന്നെയാണ് എന്റെ ദൈവത്തിന്റെ രൂപം. എന്റെ ദൈവത്തിന്റെ രൂപം നാക്ക് നീട്ടിയതല്ല, എനിക്ക് ഉറപ്പാ. എന്റെ ദൈവത്തിന്റെ രൂപം കൈ ഏതെങ്കിലും ആയുധം പിടിച്ച രൂപമല്ല, എനിക്ക് ഉറപ്പാ. എന്റെ ദൈവത്തിന്റെ രൂപം ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഇരിക്കുന്നത്. സ്തോത്രം. എനിക്ക് ഈ വെളിപ്പാട് മനസ്സിലായി ജനുവരി മാസം 20-ാം തീയതിയാണ്. സ്തോത്രം. അന്നാ കർത്താവ് ഞങ്ങൾക്കൊരു തലമുറയെ തരുന്നത്. എന്റെ കുഞ്ഞ് ജനിച്ച് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ വിട്ടിട്ട് വീട്ടിനകത്തേക്ക് വന്നു. ആകയാൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പാസ്റ്റർമാരും ഞങ്ങളെ സ്നേഹിച്ച അഭിഷക്തന്മാരും ഒക്കെ കുഞ്ഞിനെയും കാണാൻ വന്നു. എന്നെയും കുഞ്ഞിനെയും തമ്മിൽ നോക്കി, എന്നെയും തലമുറയും തമ്മിൽ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ നോക്കിയിട്ട് അവർ പറയാ, ആഹാ അപ്പനെ പോലെ ഇരിക്കുന്നല്ലടാ, അപ്പന്റെ മൂക്ക് പോലെ ഉണ്ടല്ലോ, അപ്പന്റെ കണ്ണു പോലെ ഉണ്ടല്ലോ. അതെന്താ? അത് ലോകത്തിന്റെ സിസ്റ്റം വച്ചാ എന്റെ കൊച്ചു എന്നെ പോലെ ഇരിക്കുള്ളൂ. സ്തോത്രം. എന്റെ ദൈവം എങ്ങനാ അങ്ങനെ തന്നെ ഞാനും ഇരിക്കുന്നത്. ലെവലേശ സംശയം ഇന്ന് രാത്രിയില്ല. ആകയാൽ വേദപുസ്തകം പറയുന്നു, ഞാൻ ദൈവത്തിന്റെ സന്താനം. ഇനി 29ാമത്തെ വാക്യം പറയണം, ദൈവത്തിന്റെ സമ്പാദമായതുകൊണ്ട് തന്നെ. ഇനി 29ാം വാക്യം ശ്രദ്ധിച്ചേ, ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തി ഉണ്ടാക്കിയ പൊന്ന്, വെള്ളി, കല്ല് എന്നിവിടെ സാദൃശികമെന്ന് നിരൂപിക്കേണ്ടതില്ല.